ഫോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് യൂട്യൂബ്, അക്കോർഡിംഗ് ടു യൂട്യൂബ് വീഡിയോസ്. ഇത് അളവെടുത്ത് മുറിക്കണം. സ്വാദിഷ്ടമായ പപ്സുകൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആലോചിക്ക ലൈമിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പപ്സ് കഴിക്കാൻ കിട്ടിയാലോ നല്ല രസമായിരിക്കും അല്ലേ? നൈസ് കോമ്പാണ്. അപ്പൊ അത് ഉണ്ടാക്കണം നോക്കിയാലേ. ഞാന് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. പഫ് പേസ്ട്രി കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, പിന്നെ ഇവിടെ മുട്ട വെന്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് അതിനുള്ള ആ ഒരു എന്റെ ഉള്ളിലത്തെ ഒരു ഗ്രേവി ഇല്ല, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ആ സാധനം സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. നോക്കട്ടെ എന്താവുന്നു. താഴത്തപ്പം തന്നെ അടിക്കണോ? ഇത് അടിക്കണ സൗണ്ട് കേട്ടിട്ട് ഓടിക്കോടാ. ഇനി സവാള, സ്വല്പം പച്ചമുളക്, പിന്നെ നമ്മൾ കടുവറ പല്ലാടങ്ങനെ സ്റ്റിക്ക് പറഞ്ഞിട്ടില്ല, കുത്തിക്കുക. തുറക്കാൻ കിടൂല. ഇതെന്താണ് കത്തിയിലൊരു സാധനം മാറിയോ? ഇതാണ് റോള്. വാവ്, പപ്സ് ആവോ അവസാനം? നാട്ടിലെ റബ്ബർ ഷീറ്റ്. ഇത് അളവെടുത്ത് മുറിക്കണം. അളവെടുത്ത് മുറിക്കാണ്ട് നേരെ അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് എന്താ ഫോട്ടോ മുറിച്ചു കൊടുക്കണം. ഇത് രാഘവേട്ടന്റെ സ്ഥലം. ഇത് അപ്പുറത്ത് നമ്മൾ തോമസ് സാറിന് വിറ്റ സ്ഥലം. ഇനി ഇവിടുന്ന് 10 ഇഞ്ച് ഇവിടെ ഒരു കിണറുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോ മുറിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ഒരു പള്ളിക്കുളം ഉണ്ട്, പിന്നെ ഒരു പാടം ഉണ്ടായിരുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മാൻ. ഇവിടെ വെച്ചാ എത്ര പീസ് കിട്ടും? 6 എണ്ണം വേണം. 6 എണ്ണം വേണം. ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് ഒട്ടി വെക്കാൻ പറ്റില്ല അല്ലേ? അല്ല, ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സ്ക്വയർ അടിക്കണ്ടേ? മുട്ട പൊളിക്കണേ. മുട്ട ഇങ്ങനെ പൊളിച്ച് ഒരു മുട്ടയെ നമ്മൾ ധാരാളമായി പൊട്ടിച്ചു. എന്തൊക്കെ പൊടികളാണ് വേണ്ടത്? പൊടി എരിവിനനുസരിച്ച് പൊടികൾ ഇടാം. മുളക് പൊടി ഇടുന്നുണ്ട്. എരിവ് കുറച്ച് വേണം, കൂടുതൽ വേണം. മുളക് പൊടി, ശരി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇച്ചിരി വേണമെങ്കിൽ ഇച്ചിരി കൂടി മുളക് പൊടി ഇടാം എരിവിന് വേണ്ടി. ലൈം നന്നായി കിടക്കാം. പിന്നെ കുരുമുളക്. നമുക്ക് ആരുടെങ്കിലും ദേഷ്യമെങ്കിലില്ലേ ഇത് അവരാന്ന് വിചാരിക്കുക. എനിക്ക് ദേഷ്യം പറഞ്ഞാൽ കുറച്ച് കുരുമുളക് ഇട്ട് ഇങ്ങനെ ആക്കും. അപ്പൊ ഉള്ളിലത്തെ സ്റ്റഫ് ശരിയായിട്ടുണ്ട്. നമ്മള് പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ രാഘവേട്ടനും തോമസ് അണ്ണൊക്കെ. അപ്പൊ അതിന്റെ ഉള്ളില് ആവശ്യത്തിന് സാധനം വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്യണം. അതാണ് അടുത്തൊരു പണി. മുട്ട നമ്മളിങ്ങനെ കട്ടെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാക്കി വിഭജിക്കുക. ഇല്ല, ഞാൻ അരതരത്തില്ല. ഈ കടക്കാരി ഭയങ്കര പിശിക്കുക. അപ്പൊ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ബീറ്റ് ചെയ്ത്. അതൊന്ന് തേക്കാം.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കുറേശ്ശെ ഇടാണ്. എല്ലാത്തിലേക്കും കൊള്ളണ പോലെ ഇടണം. വാ, ഇന്ന് സവാളയ്ക്ക് വേറെ എത്ര ബുദ്ധിമുട്ട്, ഇങ്ങോട്ട് വാടാ. ഇത് ഞാനുണ്ടാക്കുന്ന നമ്മളിങ്ങനെ പപ്സിലേക്കുള്ള ഉള്ളിലത്തെ സംഭവം സവാള വെച്ച് നിറയ്ക്കുന്നു. സവാള കുറവുണ്ടോ? പേടിക്കട്ടെ. ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുട്ട വെക്കട്ടെ. എല്ലാത്തേക്കും പൂരി മുട്ട കമ്മന്ന് കിടക്കും. എന്റെ കെടുക്കൂ കെടുക്കൂ കെടുക്കൂ. ഇനി നമ്മൾ അതിൻ്റെ സൈഡിൽ കുറച്ച് മുട്ട ആക്കി കൊടുക്കുക. നമ്മൾ മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കി കൊടുക്കുക. മുട്ടയാക്കി കൊടുത്തു. നമ്മൾ രണ്ട് സൈഡിൽ വെച്ചിട്ട് രാഘവേട്ടന്റെ പ്ലോട്ട് ശരിക്കും വിറ്റുപോയല്ലോ തോന്നുന്നുണ്ട്. ഇപ്പൊ മുട്ട അടിച്ചു വെച്ചത് ബീറ്റ് ചെയ്ത് വെച്ചത് ഞാൻ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് വേണം അത് ഫോൾഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് യൂട്യൂബ്, അക്കോർഡിംഗ് ടു യൂട്യൂബ് വീഡിയോസ്. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ വെള്ളതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. എനിക്ക് നല്ല ഉറപ്പൊന്നുമില്ല. അപ്പോ നമ്മുടെ സാധനം, അതായത് പപ്സിന്റെ ആകൃതിയില് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് മുട്ട ഇങ്ങനെ തേച്ച് കൊടുത്താൽ അതിനൊരു ബ്രൗൺ കളർ കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലെ ഒരു കളർ വരുന്നതാണ് പറഞ്ഞു നോക്കണേ. അപ്പോൾ നമ്മള് എൻ്റെ ഒരു പ്രോ ടിപ്പാണ് ഗൈസ് ഇത്. അങ്ങനെയൊന്നുമില്ല, വേവി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാം. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഗൈസ്. സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാണ്. അപ്പൊ സെന്റർ പോർഷനിലേക്കാണ് നമ്മൾ വെക്കാൻ പോണത്. ചൂടുണ്ടിട്ടാ 15 മിനിറ്റ്. നല്ല രസമുണ്ട്, വലുതായില്ലേ. സ്വാദിഷ്ടമായ പപ്സുകൾ റെഡി ആയിട്ടുണ്ട്. വാവ്, സൂപ്പർ. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഞായറാഴ്ച ദിന പ്രത്യേക സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പിനെസ് ഉണ്ട് സാധനം കേട്ടോ. സോസിൽ നോക്കണോ? സോസിൽ നോക്കിക്കോ, ഇഷ്ടമാണ് നോക്കിക്കോ. വാവ്, സൗണ്ട് നോക്ക്. നല്ലതാണോ? ഇഷ്ടായി? നാട്ടില് കഴിക്കുന്ന പോലെ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട്. അത് വന്നിട്ടുണ്ട്. അപ്പൊ നൈസാ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണേ. സൂപ്പറാണ്, സൂപ്പർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്തു.